സ്മാർട്ട് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് അഡാസിനെ പേറ്റന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഡാസ് ഉണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഈ അഡാസ് ഫീച്ചർ കൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്ത് നിർത്തും. അത് വണ്ടി ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, സൈക്കിൾ ആയിക്കോട്ടെ, വഴിയാത്രക്കാരനായിക്കോട്ടെ, അവരെന്നെ ഡിറ്റക്ട് ചെയ്ത് വണ്ടി തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ക്യാമറ, റഡാർ എന്നൊക്കെ പറയുന്ന സെൻസർ ഉപയോഗിച്ച് സാധനത്തിന് ഡിറ്റക്ട് ചെയ്ത് വണ്ടി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ചെയ്യും. അതേപോലെ അലേർട്ടുകൾ കൊടുക്കും. ഓടിക്കുന്ന ആൾക്ക് ആദ്യം വാണിംഗ് കൊടുക്കും. വാണിംഗ് കൊടുത്തിട്ടും ആൾ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി സ്വയം ബ്രേക്ക് അടിച്ച് നിർത്തിത്തരും. ഇതേപോലെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടിയ ഫീച്ചർ എന്ന് പറയുന്നത് 21 ഫീച്ചേഴ്സാണ്. പക്ഷെ നമ്മുടെ ടെക്നീഷ്യൻസ്, ഈ വണ്ടി പണിയുന്ന ടെക്നീഷ്യൻസിന് എന്ത് ചെയ്യണം, അതിൻ്റേതായ സേഫ്റ്റി പ്രൊസീജിയേഴ്സും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. EV-യിൽ അങ്ങനെ ഒരു കേസ് ശ്രദ്ധിക്കണം. പിന്നെ പാർട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂളൻ്റ് ഉണ്ട്. മോട്ടർ കാര്യങ്ങൾ കൂൾ ചെയ്യുന്നത് ആദ്യം കൂളൻ്റ് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഈ ക്രെറ്റയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓയിൽ വെച്ചിട്ട്, ഗിയർ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മോട്ടറിനെ കൂൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ എഞ്ചിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഗേജാണ്. ഇത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, കൂളൻ്റ് എത്ര ഡിഗ്രിയിലാണ് എന്നൊക്കെയുള്ള ഒരു ഗേജാണ് ഇത്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടി ഓടിയ കിലോമീറ്റർ. ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവല് വെച്ച് ഇനി എത്ര കിലോമീറ്റർ ഓടും, ഡിസ്റ്റൻസ് ടു എംപ്റ്റി എന്ന് പറയുന്ന റീഡിംഗ് ആണിത്. ഓക്കെ, പിന്നെ ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയത് കാരണം ഇത് ഏത് ഗിയർ മോഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഹൈലൈറ്റ് ആവും, ഉണ്ടോ.